എൻ്റെ മോനെ മാങ്ങ നിൽക്കുന്നുണ്ടോടാ. നമുക്ക് ഇറങ്ങിയിട്ടാലോ? പോടാ അവിടുന്ന്. സാധനമല്ല കണ്ട പറഞ്ഞു. നിനക്കെന്താ ഊരി ആരും കാണത്തുള്ളൂ. എറിയല്ലേ ഉപ്പും കൂട്ടടിക്കുക. ഇച്ചിരി വെളിച്ചെണ്ണ പോയിട്ട് കുഴച്ചങ്ങ് കഴിക്കണം. വെളിച്ചെണ്ണ എൻ്റെ അച്ഛൻ കൊണ്ടുവരുമോ? ഉപ്പ് എൻ്റെ അപ്പം കൊണ്ടുവരും. ഈക്കലേക്ക് എറി കല്ലെടുക്ക് താഴെ നിന്ന്. ഇത് നിനക്ക് കേടാ മറ്റേ അത് മുറിച്ചെടുക്കാം. എടാ ഈ മാങ്ങ എവിടെ നിന്നാടാ? അതൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ അല്ലേടാ? വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഉപ്പ് പുളിയില്ല. അപ്പൊ ഓഫീസിന്റെ അവിടുത്തെ മാവിൽ നിന്ന് ആരോ മാങ്ങ എറിഞ്ഞിട്ടിട്ടുണ്ട്. നിങ്ങളാരും അല്ലല്ലോ. അഖിലേ എഴുന്നേറ്റെ. അഖിലേ, ചിലപ്പം നമ്മുടെ നാവ് കള്ളം പറഞ്ഞാലും നമ്മുടെ നീളം നമ്മളെ തിരിഞ്ഞു നോക്കല്ലേ, സാറാന്ന് തോന്നുന്നു. ഓടിക്കോ. സാറേ ഞാനൊന്നും ചെയ്തില്ല. കൂടെ ആരൊക്കെയായിരുന്നു? നാവ് കൊണ്ട് എൻ്റെ കൂട്ടുകാരെ പറ്റത്തില്ല. ബാക്കി മണ്ണാളോട് എണ്ണീറ്റ്. ഇവനും കുറച്ച് മാങ്ങ കഴിച്ച. ആ സാർ എഴുന്നേറ്റ്. ഇത്രയും പേരുടെ രക്ഷിതാക്കള് ഇന്ന് വൈകിട്ട് എന്നെ വിളിച്ചേക്കണം, കേട്ടല്ലോ? നീ ഒരൊറ്റ ഒരുത്തം കാണാടാ സാറ് ഞങ്ങളെ പൊക്കിയത്. നാറി ഒറ്റി കൊടുക്കുന്നോടാ. എന്നിട്ട് ഒറ്റി കൊടുക്കുന്നു. എനിക്ക് കള്ളം പറയാൻ അറിയത്തില്ല, അതുകൊണ്ടാ. കള്ളം പറയാൻ അറിയാൻ മിണ്ടരുത്. പിന്നെ ഇന്ന് ഡിയോ വരുന്നുണ്ട്, എല്ലാവരും അടങ്ങിയിരുന്നോണം കേട്ടല്ലോ. സാറേ 5-ലേക്കാണോ? ആ ഞാനൊന്ന് നോക്കട്ടെ. ഞാനേ ആ 5ാം ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോഴേ അവരുടെ ബെഞ്ചിന് നടുക്കിയിരിക്കുന്നടാ ഇവൻ. എടാ ഇനിയിപ്പോ നിന്നെ കണ്ടെങ്കിൽ 5ാം ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ പോണല്ലോടാ. ഞാൻ ആലോചിക്കും ഇനി 5 വർഷം പഠിക്കണമെന്ന് നമ്മുടെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ. ഉണ്ടല്ലോ ഉച്ചക്ക് 5ാം ക്ലാസ്സിലെ പിള്ളേര് മുട്ട കഴിക്കാന്നേ അതും മേടിച്ച് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു. എന്ത് വേണം ഇത്? വായും തുപ്പല് കറിക്കുന്നു മിണ്ടായിരിക്കും. എടാ ഇത്രേ ഉള്ളല്ലോ, അവന്റെ വായി കയറി ഇറങ്ങാൻ പറ്റി ഇവിടെ വരുത്തേനും. ഇനി മോനല്ലയോ? കയറിയിരിക്കാം, കയറിയിരിക്കാം. ഞാൻ പൊക്കി വെച്ചേക്കോടാ. നടക്കങ്ങോട്ട്. എടാ ഈ ഭാരം മൊത്തം ഇപ്പൊ എന്റെ ദേഹത്താടാ. അങ്ങോട്ട് അങ്ങോട്ട്. എടാ കുറച്ച് പേരെ നീ പൊക്കടാ. ഞാൻ എന്തോ ചെയ്യാനാ? കുലുങ്ങിക്കാൻ പറ്റുമോ? ക്ലാസ് അറ്റൻഷൻ. അഖിലേ, അഖിലെന്ത് ഫ്രണ്ട് വേടാ? ഫ്രണ്ട് വാ, ഇവിടെ വന്നില്ല. എടാ അസംബ്ലിക്ക് നീ എന്നും ഫ്രണ്ട് ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലയോ? വന്ന് പ്രയത്നമില്ലോ. വാ. ഫ്രണ്ടിൽ India is my country. All Indians are my brothers and sisters. I love my country. And I am proud. ഐശ്വര്യ, അയ്യോ വന്നോ കുട്ടികളെ? അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ? എനിക്ക് ഇന്നെ ഇഷ്ടമാണ്. അയ്യോ എനിക്ക് നിന്നെ ഇഷ്ടമുള്ളൂ. നീ ക്യൂട്ട് ബേബി അല്ലേടാ? ഇത് അങ്ങനത്തെ ഒരു ഇഷ്ടമല്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിച്ചൊക്കെയുള്ളതുണ്ട്. തമാശ. അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞായിരുന്നു. എടാ എനിക്ക് നിന്നെ അനിയനായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ നിനക്കറിയാവല്ലോ.
അവള് പോയെങ്കിൽ പോട്ടാ, നീ വിഷമിക്കണ്ട. എന്താടാ കൊമ്പള മക്കളെ കിടന്ന് ചെറയല്ലേ ചെറങ്ങാ നീ എന്തായോടാ? നിങ്ങളൊക്കെ കാരണം ഞാൻ ക്ലാസ്സിൽ എല്ലാവരും എന്നെ കളിയാക്കും, അറിയാവോ? നീളോ ഇല്ല. മോനെ മക്കള് വിഷമിക്കാതെ, ഇപ്പൊ വളരുന്ന പ്രായമില്ല, ഇനിയിപ്പോ നീളം വെച്ചോളാം. അമ്മ അപ്പുറത്ത് പോയേ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ, എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. ആരാണ് എവിടെ നീ പുക വരുന്നേ? അകത്താരെങ്കിലും സാറെ രക്ഷിക്ക്. എയർഹോളിൽ കൂടെ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. ആ ഒരു സംഭവത്തിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, ശരീരത്തിന്റെ വലുപ്പത്തിലല്ല കാര്യം, മനസ്സിന്റെ വലുപ്പത്തിലാണ്. എയർഹോളിൽ കൂടെ കയറാൻ പറ്റത്തില്ലയോ? എനിക്ക് എങ്ങനെ കയറാൻ പറ്റുള്ളൂ ചെറിയ എയർഹോളിൽ കൂടെ? വേണ്ട, ഞാൻ കയറിക്കോളാം. എയർഹോളിൽ കൂടെ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. നമ്മളെ നീളം നമ്മളെ എടാ, അസംബ്ലിക്ക് നീ എന്നും ഫ്രണ്ട് ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലയോ? വന്ന് പ്രയത്നമില്ല. വാ. ഇന്ത്യ ഇസ് മൈ കൺട്രി. നിങ്ങളൊക്കെ കാരണം ഞാൻ ക്ലാസ്സിൽ എല്ലാവരും എന്നെ കളിയാക്കും, അറിയാവോ? നീളോ ഇല്ല. എടാ എനിക്ക് നിന്നെ അനിയനായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ നിനക്കറിയാവല്ലോ. ശരീരത്തിന്റെ വലുപ്പത്തിലല്ല കാര്യം, മനസ്സിന്റെ വലുപ്പത്തിൽ.